എല്ലാ കുട്ടികൾക്കും സുഭാഷാറാണ്. നമ്മളിന്ന് കീം NDA 2025 ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് പ്രോബ്ലംസുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കുറേ ക്വസ്റ്റ്യൻസുകളുടെ കളക്ഷൻ കിട്ടും. ഇരുന്ന് പഠിച്ചാൽ നല്ലതാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി കൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പിന്നെ അത് വിലയിരുത്തേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അടുത്തെഴുതേണ്ട ട്രിഗണോമെട്രിയിൽ ഒരു സൂപ്പർ ക്വസ്റ്റ്യനാണ്. നല്ല ഒരെണ്ണം. ഓക്കെ, എൻട്രൻസിൻ്റെ റിയൽ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. വലിയ കുഴപ്പമില്ലാത്തതും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ടഫൊന്നുമല്ല, എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ലോയുമല്ല. ഓക്കെ, നല്ല മീഡിയം ലെവൽ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ അങ്ങോട്ട് ചെയ്ത് പഠിച്ച് 1 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണം. അവിടെയാണ് നമ്മുടെ മിടുക്ക്. അല്ലാതെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും എന്നുള്ളതല്ല. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തീർത്താൽ നിങ്ങൾ ഓക്കെ ആയി. ഓക്കെ, നോക്കിയേ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. ഇഫ് tan x equal to b/a then the value of a cos 2x plus b sin 2x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, tan xൻ്റെ വാല്യൂ b/a തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇതിനുള്ളിൽ ആരായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്ന് നോട്ട്സുകൾ തന്ന് മെറ്റീരിയൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുന്നതിന് പകരമുള്ള മെറ്റീരിയൽ തന്നുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാം. ഓക്കെ, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒരു ഷെയർ, ഒരു ലൈക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടാൻ ഇവനാണ് നമ്മുടെ തുറിപ്പിച്ച് വിട്ട് ഇവനെ വെച്ചുകൊണ്ടാണ് അവനെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അവനെ കൊണ്ട് തുടങ്ങാം. a cos 2x പ്ലസ് b sin 2x. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉണ്ട് ഇവൻ a ഇൻറ്റു cos 2x. cos 2xൻ്റെ ഫോർമുല പഠിക്കണം ഇൻ ടേംസ് ഓഫ് ടാൻ. cos 2xൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ടാൻ ശ്രദ്ധിച്ചോണം. 1 minus tan square x divided by 1 plus tan square x. ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, പ്ലസ് b ഇൻറ്റു sin 2xൻ്റെ വാല്യൂ 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർഡ് x. ഓക്കെ ആണല്ലോ അല്ലേ? ഒരു കുഴപ്പവും ഇല്ലെന്നാണ് എൻ്റെ തോന്നൽ. എന്നിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നോക്കിക്കാൻ മനെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്, ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയാലും മനെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. പിന്നെ കോമായിട്ട് നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, രണ്ട് പേര് ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഈ മെത്തേഡ് നോക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം പി ബൈ എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്. അത് തന്നെ. അപ്പോൾ ഇത്രയും ബൈ ഇത്, ഇത്രയും ബൈ ഇത് രണ്ടിൻ്റെ ഡിനോട്ട് സെയിം. അപ്പോൾ ഒറ്റ തവണ ഡിനോട്ട് എഴുതിക്കൊണ്ട് ഇതങ്ങ് ചെയ്യാം. ദാറ്റ് ഈസ് a ഇൻറ്റു 1 മൈനസ് ടാൻ സ്ക്വയർഡ് എക്സ് പ്ലസ് b ഇൻറ്റു 2 ടാൻ എക്സ്. ഇത്രയായി. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫിക്കേഷനാണ് ഇതിൻ്റെ മെയിൻ. ദാറ്റ് ഈസ് a ഇൻറ്റു 1 മൈനസ് ഈ ടാൻ സ്ക്വയർഡ് എക്സ്, ടാൻ എക്സ് b/a മോനെ. ടാൻ എക്സ് b/a ആണെങ്കിൽ ടാൻ സ്ക്വയർ എക്സ് b സ്ക്വയർ ബൈ a സ്ക്വയർ. ദാറ്റ്സ് ഓൾ. ഓക്കെ, പി ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 ഇൻറ്റു ഇവിടെയും ടാൻ എക്സ് ഉണ്ട്, അത് വെറും b/a എന്ന് മതി കേട്ടോ. വെറും b/a ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് ബി സ്ക്വയർഡ് ബൈ എ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ വെച്ച് നമുക്ക് LCM ഒക്കെ ഒന്ന് എടുക്കാം. ഇവിടെ a അതേപോലെയൊക്കെ എഴുതുന്നു. a ഇൻറ്റു ഇവിടെ LCM എടുക്കണം. ബൈ 1 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ a സ്ക്വയർ ഇൻറ്റു 1 ആൻസർ ആയിരിക്കുമനെ a സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ബി സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആരായി a സ്ക്വയർ. ഓക്കെ ആണല്ലോ അല്ലേ? പ്ലസ് ഇവിടെ വരുമ്പോൾ b 2b. അപ്പം ഇവിടെ b ഇൻറ്റു ബി സ്ക്വയർ ആയിക്കൊണ്ട് 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ a. ഓക്കെ ആണല്ലോ അല്ലേ? 2 ഇൻറ്റു ബി. ഓക്കെ, ഇവിടെയും 1/1 എന്ന് എഴുതിക്കൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു a എന്താക്കി കളയാം, ക്യാൻസൽ ആക്കാം ഉണ്ടോ. ബാക്കിയുള്ളത് നമുക്കിവിടെ കിട്ടുന്നത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ a പ്ലസ് 2b സ്ക്വയർഡ് ബൈ a ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ a. ഇതിനോടൊന്നും വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്ക് നോക്കി ഒരു a വെട്ടിയ ശേഷമാണ് ബാക്കി a എഴുതിയത്. ഇപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷൻ്റെ ഡിനോട്ട് പിന്നെ എന്താ പറയുക സെയിം ആണ്. അപ്പോൾ ഇതിനെ പിന്നെ നമുക്ക് കോമൺ ആയിട്ട് a എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതല്ല, ഇത് മാത്രമായി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ രണ്ടിനും ഡിനോട്ട് സെയിം ആണ് a. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ആകുമ്പോൾ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ എന്ന് വന്നു. ശരിയല്ലയോ? കോമൺ ആയിട്ട് a എഴുതി.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് 2b². ഓക്കെ, ഇത് ബൈ ഇനി ഇവിടെ എഴുതണം. അതിന് നമ്മൾ തിരിച്ചിട്ടെങ്കിൽ ഇൻറ്റു ചെയ്താൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് ഇനി ചെയ്യുമ്പോൾ a/a² പ്ലസ് b². കൃത്യമാണെന്ന് തോന്നുന്നു അല്ലേ? റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ a² ഉണ്ട്. ഓക്കെ, മൈനസ് b² പ്ലസ് 2b². 2 മൈനസ് 1 പ്ലസ് 1b² ആയിട്ട് മാറിച്ചില്ലേ മോനെ? 2b² നിന്ന് ഒരു b² പോയാൽ 1b² ആയി. a² പ്ലസ് b²/a ഇൻറ്റു ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. ഇവിടെ ഒരു a² ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, a² × 1 ഉണ്ട്. 1 × a² ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? a² ആണ്. റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ a². ഓക്കെ, അപ്പോൾ ഇത് a² പ്ലസ് b²/a എഴുതി. ഇതിൻ്റെ റെസിപ്രോക്കൽ അതേപോലെ എഴുതുന്നു. a² ഡിവൈഡഡ് ബൈ a² പ്ലസ് b². നല്ല രസം വെട്ടിക്കളയാൻ അല്ലേ? a² പ്ലസ് b² ക്യാൻസലായി. ഇവിടെ a²/a. വാട്ട് ഈസ് a²/a? അവിടെ ഒരു a വെട്ടിപ്പോയി മോനെ. ബാക്കി ആരെ കിട്ടി? a നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ നല്ല അടിപൊളി സിംപ്ലിഫിക്കേഷൻ. ഇതാണ്. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇതൊക്കെ തന്നെ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചത് ഈ സമയം എടുത്തെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും ഫാസ്റ്റായിട്ട് ചെയ്യണം. ഒരു തവണ മനസ്സിലാക്കണം, ഒന്നുകൂടെ ചെയ്യണം, ഒന്നുകൂടെ ചെയ്ത് നിങ്ങൾ ടൈം വെച്ച് 1 മിനിറ്റിനുള്ളിൽ ഇത് തീർക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. തെറ്റില്ല എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ എങ്ങുമേ നമ്മൾ വലിയ വെട്ടോ തിരുത്തോ ഒന്നും ഉണ്ടാവാതെ സിംപ്ലിഫിക്കേഷൻ മുന്നോട്ട് പോകണം. എന്നെങ്കിലും നിങ്ങൾക്ക് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനോട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അടുത്ത ക്ലാസ് ആയിട്ട് വരാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്ലാസ് തരാം. ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഗുഡ് ബൈ.